എട്ടാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ ആദ്യകാല മനുഷ്യജീവിതം എന്ന ചാപ്റ്ററാണ് പഠിച്ചു വന്നത് അല്ലേ? അതിൽ നമ്മൾ ആദ്യത്തെ കാലഘട്ടമായ പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യശിലായുഗത്തെക്കുറിച്ചാണ്. മധ്യശിലായുഗം. നമുക്കാദ്യം ഈ ചിത്രങ്ങളൊന്ന് നോക്കാം. ഈ ചിത്രങ്ങളിൽ ഈ ഉപകരണങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങൾ പോലെയാണോ ഇത് കാണുന്നത്? അല്ല അല്ലേ? അപ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അതായത് സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഇവ. പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ മധ്യശിലായുഗം എന്നറിയപ്പെടുന്നത്. അതായത് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്നും കൂടെ വിളിച്ചിരുന്നു. എന്തുകൊണ്ടാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിച്ചിരുന്നത്? അതായത് ഇത്തരം സൂക്ഷ്മമായ ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടുത്തെ ജനങ്ങൾ സ്ഥിരവാസം ആരംഭിച്ചു. അതായത് ഇവർ നായയെ ഇണക്കി വളർത്താൻ തുടങ്ങി. കൂടാതെ വേട്ടയ്ക്കായി അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു. പിന്നെ ദൂരെയുള്ള മൃഗങ്ങളെയും ഇവർ വേട്ടയാടാൻ പോയിരുന്നു. മരം കൊണ്ട് ചങ്ങാടം നിർമ്മിച്ചു. അതായത് ഇവർ ജലമാർഗം, അതായത് ജലത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ് മരം കൊണ്ട് ഇവർ ചങ്ങാടം നിർമ്മിച്ചത്. ഭക്ഷണം, ഉപകരണം, ആഭരണം എന്നിവയും ഇവർ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വേട്ടയാടൽ വ്യാപകമായതോടെ വംശനാശം സംഭവിച്ച ഒരു ജീവിയുണ്ട്. ഇവയാണ് മാമത്തുകൾ. കൂടാതെ മൃഗങ്ങൾക്ക് പുറമെ ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻ, നീർനായി, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയവയും ഇവർ ആഹാരമാക്കിയിരുന്നു. അപ്പോൾ മധ്യശിലായുഗത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ മധ്യശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ബാഗർ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദംഗഡ് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മധ്യശിലായുഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നവീന ശിലായുഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നവീന ശിലായുഗത്തെക്കുറിച്ച് പഠിച്ചാലോ. നവീന ശിലായുഗം എന്തായിരിക്കാം? അഥവാ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് മിനുസമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നവീന ശിലായുഗം എന്നറിയപ്പെട്ടത്. അതായത് രണ്ട് പ്രധാനപ്പെട്ട പുരോഗതിയാണ് നവീന ശിലായുഗത്തിൽ സംഭവിച്ചത്. ഒന്നാമത്തേത് കൃഷിയുടെ ആരംഭം. നമുക്കറിയാം, മുൻപ് വേട്ടയാടിയായിരുന്നു ജീവിച്ചിരുന്നത് അല്ലേ? അപ്പോൾ നവീന ശിലായുഗത്തിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പുരോഗതികളിൽ ആദ്യത്തേത് ഏതായിരുന്നു? കൃഷിയുടെ ആരംഭമായിരുന്നു. ഇവർ ഗോതമ്പ്, ബാർലി, ചണം, നെല്ല്, വാഴ, കിഴങ്ങുകൾ എന്നിവ കൃഷി ചെയ്തിരുന്നു. അതുപോലെ ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം വലുതായിരുന്നു. കൂടാതെ പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ് എന്നിവ ഇതിൻ്റെ കാരണങ്ങളാണ്. ഇവർ നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി തുടങ്ങുകയും സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡാണ് നവീന ശിലായുഗ വിപ്ലവം എന്ന് നവീന ശിലായുഗത്തെ വിശേഷിപ്പിച്ചത്.
ആരാണ് ഈ ഗോൾഡൻ ചൈൽഡ്? ഇദ്ദേഹം ഓസ്ട്രേലിയയിൽ ജനിച്ച പുരാവസ്തു ഗവേഷകനും ചരിത്രകാരനും കൂടെ ആയിരുന്നു. മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇവയെല്ലാം ഗവേഷണങ്ങൾക്കാണ് സഹായകമായത്. അപ്പോൾ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട പുരോഗതി എന്ന് പറയുന്നത് എന്താണ്? കൃഷിയുടെ ആരംഭവും ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തിയതും ആണ്. കൂടാതെ ഇവർ സ്ഥിരവാസം ആരംഭിച്ചു. അതായത് കാർഷിക ആവശ്യങ്ങൾക്കും മൃഗപരിപാലനത്തിനും വേണ്ടിയാണ് ഇവർ സ്ഥിരവാസം ആരംഭിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നവീന ശിലായുഗ കേന്ദ്രമുണ്ട്. അത് ഏതാണെന്നറിയാമോ? ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഏതാണെന്ന് മനസ്സിലായോ? കേരളത്തിലെ പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രമാണ് എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഇത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്തമായ ഈ ഗുഹയിൽ പാറച്ചുമരിന്മേൽ നിരവധി ചിത്രങ്ങൾ കാണാം നമുക്ക്, അല്ലേ? ഇവ പാറയുടെ മേൽ ഉരച്ചു വെച്ചവയാണ്. മനുഷ്യരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ഇവയിൽ അധികവും. ആന, വേട്ടപ്പട്ടി, മാൻ, ചക്രങ്ങൾ, ചക്രം പിടിപ്പിച്ച വണ്ടി എന്നിവ ഇതിൽ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. ആദ്യമായി ഈ ഗുഹകളിലൂടെയാണ് പ്രാചീന മനുഷ്യനെക്കുറിച്ച് പുറം ലോകത്തിന് അറിവ് ലഭിക്കുന്നത്. വരകളുടെ ആകൃതിയിൽ നിന്നും വലുപ്പത്തിൽ നിന്നും ഈ ഗുഹാചിത്രങ്ങൾ നവീന ശിലായുഗത്തിലെ കന്മഴുവിൻ്റെ വാഴ്ത്തല കൊണ്ട് തീർത്തപ്പെട്ടവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നവീന ശിലായുഗ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നവീന ശിലായുഗത്തിലെ ജീവിത രീതിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായിരുന്നു ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഇതാണ് ചക്രങ്ങൾ ഉണ്ടാക്കിയ വണ്ടിയാണ്. അതായത് ചക്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ വണ്ടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തിനായിരിക്കാം ഇവർ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയത്? അതായത് സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ചക്രങ്ങൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വണ്ടികൾ ഇവർ നിർമ്മിച്ചത്. കൃഷിയുടെ വികാസം, സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിനും വഴിതെളിയിച്ചു. കളിമൺ പാത്ര നിർമ്മാണം, അതായത് കൃഷി വ്യാപകമായതോടെ ഉൽപാദനം കൂടുമല്ലോ. അപ്പോൾ ഉൽപാദനം കൂടുമ്പോൾ ഈ സാധനങ്ങളെല്ലാം സംഭരിക്കാൻ പാത്രങ്ങൾ ആവശ്യമാണല്ലോ. അങ്ങനെയാണ് ഇവർ കളിമൺ പാത്ര നിർമ്മാണത്തിലേക്ക് വന്നത്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച കളിമൺ പാത്രങ്ങൾ കട്ടയുടെ മുകളിൽ മണ്ണ് കുഴച്ചു പതിച്ചാണ് ഉണ്ടാക്കിയത്. കാലം കഴിഞ്ഞപ്പോൾ കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണത്തിനായി ചക്രങ്ങളാണത്രേ ഉപയോഗിച്ചത്. ഇനി നവീന ശിലായുഗത്തിൽ സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുനയുള്ള മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ചു. കൂടാതെ തടിയുടെ പിടിയുള്ള കൽക്കോടാലികളും കല്ലുകൊണ്ടുള്ള അരിവാളും ഇവർ കണ്ടുപിടിച്ചു. കൂടാതെ കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിനായി തടി കൊണ്ടുള്ള ചക്രങ്ങൾ ഉപയോഗിച്ചു. ചങ്ങാടങ്ങൾ ഉപയോഗിച്ചിരുന്നു. കല്ല്, എല്ല്, തടി എന്നിവ കൊണ്ടിവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. തടി കൊണ്ടുള്ള കലപ്പയും തൂമ്പയും നിർമ്മിച്ചിരുന്നു. ചൂണ്ടയും ചാട്ടുളിയും ഉപയോഗിച്ച് ഇവർ മീൻ പിടിച്ചിരുന്നു. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി ഉപയോഗിച്ച് ചണനാരുകൾ കൊണ്ടിവർ വിവിധ വസ്ത്രങ്ങൾ നെയ്തു. അപ്പോൾ നവീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട ജീവിത രീതികളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മധ്യശിലായുഗത്തെക്കുറിച്ചും നവീന ശിലായുഗത്തെക്കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ചോദ്യം 1. മധ്യശിലായുഗത്തിൽ
വേട്ടയാടൽ വ്യാപകമായി. തൽഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിനുദാഹരണം എഴുതുക. ഉത്തരം മാമത്ത്. ചോദ്യം 2. മധ്യശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. ഉത്തരം സാധൂകരിക്കുക. ഉത്തരം മധ്യശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻ, നീർനായ്, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയവ അവർ ആഹാരമാക്കി. ചോദ്യം 3. മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയത് എവിടെ നിന്ന്? ഉത്തരം യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബാഗോർ, രാജസ്ഥാൻ, ആദംഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ചോദ്യം 4. മധ്യശിലായുഗം നവീനശിലായുഗത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉത്തരം മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടം നവീനശിലായുഗം എന്നറിയപ്പെടുന്നു. ചോദ്യം 5. നവീനശിലായുഗത്തിന്റെ പ്രധാന പുരോഗതി എന്താണ്? വിവരിക്കുക. ഉത്തരം കൃഷി ആരംഭിച്ചതാണ് ഏകദേശം 8000 വർഷം മുൻപുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി. ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റം മനുഷ്യചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാവർദ്ധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. ചോദ്യം 6. ആരാണ് നവീനശിലായുഗത്തിനെ നവീനശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ്. ചോദ്യം 7. എന്തുകൊണ്ടാണ് ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് നവീനശിലായുഗത്തിനെ നവീനശിലായുഗ വിപ്ലവം, നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം കൃഷി ആരംഭിച്ചതാണ് ഏകദേശം 8000 വർഷം മുൻപുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി. കൃഷി ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ മാറ്റങ്ങളെ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡ് നവീനശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. ചോദ്യം 8. നവീനശിലായുഗത്തിലെ പ്രധാന വിളകൾ എന്തെല്ലാം? ഉത്തരം ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. ചോദ്യം 9. നവീനശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉദാഹരണം എഴുതുക. ഉത്തരം സ്വിറ്റ്സർലാൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിന്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. പലസ്തീനിലെ ജെറീക്കോയിൽ നവീനശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ചോദ്യം 10. നവീനശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്
വ്യാപിക്കാനുള്ള കാരണമെന്ത്? ഉത്തരം: ജനസംഖ്യാ വർധനവ്, കൃഷിയോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളുടെ ആവശ്യകത എന്നിവയാണ് ഇതിന് കാരണമായത്. ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന് സഹായകമായത്.